ഡിയർ സ്റ്റുഡൻസ്, മൈക്രോ എക്കണോമിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഒരു മൊണോപ്പൊളി മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടക്കുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആയിട്ടുള്ള ഡംപിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മൊണോപ്പൊളി മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കമ്മോഡിറ്റീസിന് മാക്സിമം പ്രോഫിറ്റ് ലഭിക്കുന്ന രീതിയിൽ അവർക്ക് ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിയൽ ലൈഫിൽ ഇത്തരത്തിലുണ്ടാവുന്ന മൊണോപ്പൊളി മാർക്കറ്റുകൾ പലതരത്തിലുള്ള പ്രൈസ് സ്ട്രാറ്റജീസും ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് പ്രൈസ് സ്ട്രാറ്റജീസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അതിൽ ആദ്യമായിട്ട് 2 പാർട്ട് താരിഫ് എന്ന് പറയുന്ന ഭാഗമാണ്. എന്താണ് 2 പാർട്ട് താരിഫ് എന്നുള്ളത് നമുക്ക് നോക്കാം. 2 പാർട്ട് പ്രൈസിങ് is a strategy that divides the price a consumer pays for a good or service into an access fee and a usage fee. ഇവിടെ 2 പാർട്ട് പ്രൈസിങ് ഓർ 2 പാർട്ട് താരിഫ് എന്ന് പറയുന്നത് 2 രീതിയിലാണ് കമ്മോഡിറ്റീസിന് പ്രൈസ് ഈടാക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ആക്സസ് ഫീ എന്ന് പറയും, അതുപോലെ തന്നെ മറ്റൊന്ന് യൂസേജ് ഫീ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 2 രീതിയിൽ ആക്സസ് ഫീയും യൂസേജ് ഫീയും ഒരു കമ്മോഡിറ്റിക്ക് ഈടാക്കുകയാണെങ്കിൽ അതിന് 2 പാർട്ട് പ്രൈസിങ് എന്ന് പറയും, അല്ലെങ്കിൽ 2 പാർട്ട് താരിഫ് എന്ന് പറയും. അപ്പോൾ ഇതിൽ നോക്കാം, ആക്സസ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണയായിട്ട് ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കമ്മോഡിറ്റി ലഭ്യമാവുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആക്സസ് ഫീ എന്ന് പറയുന്നത്. ദെൻ യൂസേജ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്മോഡിറ്റി വീണ്ടും ഉപയോഗിക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് എത്ര പർച്ചേസ് ചെയ്യുന്നു അതിന് കൊടുക്കുന്നതാണ് യൂസേജ് ഫീ എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ഈ കേബിളുകളൊക്കെ കേബിൾ സർവീസൊക്കെ നമുക്ക് സാധാരണ അറിയാവുന്നതാണ്. ചാനലുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കേബിൾ ആദ്യം സെറ്റ് ഓഫ് ബോക്സ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ആക്സസ് ഫീ നൽകുന്നുണ്ട്. ദെൻ അതിനുശേഷം ഓരോ മാസവും നമ്മൾ ചാനൽസിൻ്റെ ബണ്ടിൽസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് നടത്തുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ആക്സസ് ഫീയും യൂസേജ് ഫീയും എന്നുള്ള രീതിയിൽ കമ്മോഡിറ്റീസിന് പ്രൈസ് കളക്ട് ചെയ്യുന്നതിനെയാണ് 2 പാർട്ട് താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൈസിങ് സ്ട്രാറ്റജി യൂസ്ഡ് ബൈ ദ മൊണോപ്പൊളിസ്റ്റ് ടു എക്സ്ട്രാക്ട് കൺസ്യൂമർ സർപ്ലസ് ആൻഡ് ദസ് മാക്സിമൈസ് ഹിസ് ടോട്ടൽ പ്രോഫിറ്റ്. ഓക്കെ, ഈ 2 പാർട്ട് താരിഫും പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് ചുമത്തുന്നത്? ഈ ഒരു മൊണോപ്പൊളിസ്റ്റ് തങ്ങളുടെ ലാഭം പരമാവധിയാകുന്ന രീതിയിൽ കൺസ്യൂമേഴ്സിൻ്റെ സർപ്ലസ് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ലാഭം പരമാവധി ആവുന്ന രീതിയിൽ ഈ ഒരു 2 പാർട്ട് താരിഫ് ചുമത്താൻ വേണ്ടിയിട്ട് തയ്യാറാകും. Then access fee is the initial fee paid by the consumers for the right to purchase a product. Okay, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മോഡിറ്റി വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റൈറ്റ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്നതാണ് എന്ന് പറയുന്നത് ആക്സസ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഇനീഷ്യലായിട്ട് എത്ര എമൗണ്ട് നൽകുന്നു അതിനെയാണെന്ന് പറയുന്നത് ആക്സസ് ഫീ എന്ന് പറയുന്നത്. ദെൻ യൂസേജ് ഫീ ഈസ് ദ പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ദേ പർച്ചേസ്. പിന്നീട് ആ ഒരു കമ്മോഡിറ്റി എത്ര വാങ്ങിക്കുന്നു അതിന് ഓരോ യൂണിറ്റും ഈടാക്കുന്ന ആ പ്രൈസിനെയാണെന്ന് പറയുന്നത് യൂസേജ് ഫീ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ദിസ് 2 പാർട്ട് പ്രൈസിങ്. An amusement parks that charge an entry fee plus an additional fee for each ride the visitors take. അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോകുന്ന സമയത്ത് ആ പാർക്കിനകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി ഫീ ഉണ്ട്. ദാറ്റ് ഈസ് കാൾഡ് ദ ഇനീഷ്യൽ ഫീ. ദെൻ അതിന് ശേഷം നമുക്ക് ഓരോ റൈഡ് നടത്തണമെങ്കിലും കൂടുതലായിട്ട് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ ആ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിന് കയറുന്നതിന് വേണ്ടിയിട്ട് അതിന് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൽകുന്നതിന് എൻട്രി ഫീ എന്ന് പറയും, അതല്ലാന്നുണ്ടെങ്കിൽ ആക്സസ് ഫീ എന്ന് പറയും. ദെൻ അതിന് ശേഷം ഓരോ റൈഡിൽ കയറുന്നതിന് വേണ്ടിയിട്ടും അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ദ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി യൂസേജ് ഫീ എന്ന് പറയും. അപ്പോൾ ഈ 2 രീതിയിൽ ഒരു കമ്മോഡിറ്റിക്ക് പ്രൈസ് ഈടാക്കുന്നതിനെ ദാറ്റ് ഈസ് കാൾഡ് ദ 2 പാർട്ട് താരിഫ്. നമുക്ക് റിയൽ ലൈഫിൽ ഇത്തരത്തിൽ കുറേയധികം എക്സാമ്പിളുകൾ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു മൊബൈൽ കമ്പനി ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സിം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇനീഷ്യൽ ചാർജ് ഈടാക്കുന്നുണ്ട് ആ സിം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ചിലവ് എന്ന് പറയും ദാറ്റ് ഈസ് ആക്സസ് ഫീ. ദെൻ അതിനുശേഷം സിം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കോൾ വിളിക്കണം എന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ്സ് നടത്തേണ്ടതായിട്ട് വരുന്നു. ദാറ്റ് ഈസ് കാൾഡ് യൂസേജ് ഫീ. അപ്പോൾ ഇത്തരത്തിൽ 2 രീതിയിൽ കമ്മോഡിറ്റീസിന് പ്രൈസ് ഈടാക്കുന്നതിനെയാണ് 2 പാർട്ട് താരിഫ് എന്ന് പറയുന്നത്. കുറേയധികം എക്സാമ്പിളുകൾ നമുക്ക് ഇനിയും കാണാൻ സാധിക്കും.
ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു മൊണോപ്പൊളിസ്റ്റ് ടു പാർട്ട് താരിഫ് ഈടാക്കുന്ന സമയത്ത് എ മൊണോപ്പൊളിസ്റ്റ് യൂസസ് ദിസ് പ്രൈസിംഗ് ടെക്നിക് ഹി മസ്റ്റ് ഡിറ്റർമിൻ ഹൗ ഹൈ ദ ഇനീഷ്യൽ ഫീ മസ്റ്റ് ബി ആസ് വെൽ ആസ് ദ സൈസ് ഓഫ് ദ യൂസേജ് ഫീ അല്ലേ. അതായത് ഇനീഷ്യൽ ഫീ എത്രയാണ്, അതുപോലെ തന്നെ ഈ യൂസേജ് ഫീ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന രീതിയിൽ ഈടാക്കുക എന്നുള്ളത് ഈടാക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഡിറ്റർമിൻ ചെയ്യേണ്ടതായിട്ടുള്ളത് അത്യാവശ്യമാണ്. ഓക്കെ, ദെൻ if it lowers the initial fee the profits of the firm will fall. അപ്പോൾ ഈ ഒരു മൊണോപ്പൊളിസ്റ്റ് അവരുടെ ഇനീഷ്യൽ ഫീയിൽ കുറവ് വരുത്തുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ കുറഞ്ഞ ഇനീഷ്യൽ ഫീ മാത്രമേ ചുമത്തുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം വിൽ ഫാൾ. ആ ഒരു മൊണോപ്പൊളിസ്റ്റിൻ്റെ പ്രോഫിറ്റ് കുറവായിരിക്കും. ഓക്കെ, then the monopolist would be expected to choose the initial fee and usage fee so that the total profit is a maximum അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊണോപ്പൊളിസ്റ്റ് എപ്പോഴും എങ്ങനെയാണ് ഈ ഒരു ഇനീഷ്യൽ ഫീയും യൂസേജ് ഫീയും തീരുമാനിക്കുക, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന രീതിയിൽ, പ്രോഫിറ്റ് കുറയുന്ന രീതിയിൽ ഒരിക്കലും പ്രൈസ് ഈടാക്കുന്നതിന് വേണ്ടിയിട്ട് മൊണോപ്പൊളിസ്റ്റ് തയ്യാറാവുന്നില്ല. ദെൻ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ടു പാർട്ട് താരിഫ്. അപ്പോൾ ടു പാർട്ട് താരിഫ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രൈസിങ് ഈസ് കാൾഡ് ടൈയിങ്. എന്താണ് ടൈയിങ് എന്നുള്ളത് നോക്കാം. ടൈയിങ് റെഫേഴ്സ് ടു ദ സെയിൽ ഓഫ് എ പ്രൊഡക്റ്റ് എലോങ് വിത്ത് എ കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റ്. ഇറ്റ് റെഫേഴ്സ് ടു ദ സെയിൽ ഓഫ് എ പ്രൊഡക്റ്റ് എലോങ് വിത്ത് എ കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റ്. നമുക്കറിയാം, ഇതിന് മുൻപ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, അതുപോലെ തന്നെ എന്താണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കമ്മോഡിറ്റിയുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് മറ്റൊരു കമ്മോഡിറ്റി ആവശ്യമായിട്ട് വരുന്നതാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ പെന്നും അതുപോലെ തന്നെ ഇങ്കും അതുപോലെ തന്നെ മറ്റുള്ള കാറും ടയറും ഇതൊക്കെ എന്താണ് കോംപ്ലിമെൻ്ററി കമ്മോഡിറ്റീസാണ്, ഒരുമിച്ചല്ലാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ കോംപ്ലിമെൻ്ററി കമ്മോഡിറ്റീസിന് പ്രൈസിങ് നടത്തുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി വിൽപ്പന നടത്തുമ്പോൾ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ഒപ്പം വിൽപ്പന നടത്തുന്നതിനെയാണെന്ന് പറയുന്നത് ഈ ടൈയിങ് എന്ന് പറയുന്നത്. ഓക്കെ, the consumer is required to buy the complementary product from the firm selling the products itself. അതായത് ഒരു കമ്മോഡിറ്റി വാങ്ങിക്കുന്ന സമയത്ത് അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള കമ്മോഡിറ്റീസ് നിർബന്ധമായിട്ടും വാങ്ങാൻ ഈ കൺസ്യൂമേഴ്സ് തയ്യാറാവുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, സാധാരണയായിട്ട് ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അനുബന്ധമായിട്ടുള്ള മൗസും അതുപോലെ തന്നെ കീപാഡും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ല മറ്റൊരു ഡെസ്ക്ടോപ്പ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുബന്ധമായിട്ടുള്ള മൗസും അതുപോലെ തന്നെ കീപാഡും ഒക്കെ നമ്മൾ വാങ്ങിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താ, ഒരു ടൈയിങ് രീതിയിൽ എന്താണ് കമ്മോഡിറ്റീസിന് പ്രൈസ് ഈടാക്കുന്നതാണ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഡ്യൂറിങ് 1950s customers who leased a Xerox copying machine had to buy Xerox paper. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് ടൈയിങ്ങിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും 1950s കാലഘട്ടത്തിൽ ഈ ഒരു സെറോസ് കോപ്പിയിങ് മെഷീൻ വാങ്ങുന്ന സമയത്ത്, അതായത് ഫോട്ടോസ്റ്റേറ്റ് മെഷീൻ എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയും അല്ലേ. അപ്പോൾ ഈ സെറോസ് കോപ്പിയിങ് മെഷീൻ വാങ്ങുന്ന സമയത്ത് അവർ നിർബന്ധമായിട്ടും ഈ സെറോസ് പേപ്പർ വാങ്ങിയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു കോപ്പിയിങ് മെഷീൻ്റെ എന്താണ് ഈ ഒരു പ്രിൻറ്റിങ്ങിൻ്റെ ആ ഒരു കപ്പാസിറ്റിയൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ടും ആളുകൾ അത് വാങ്ങിയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ ആൻ എക്സാമ്പിൾ ഫോർ ടൈയിങ്. അപ്പോൾ ഇത്തരത്തിൽ കമ്മോഡിറ്റീസിൻ്റെ കോംപ്ലിമെൻ്ററീസ് ഒരു കമ്മോഡിറ്റീസിന് കൂടെ നൽകുന്നതിനെയാണ്, പ്രൈസ് ഈടാക്കിയിട്ട് നൽകുന്നതിനെയാണ് ടൈയിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ബണ്ടിലിംഗ്. Bundling refers to the sale of a distinct goods or services together at a package price. അല്ലേ, വ്യത്യസ്തമായിട്ടുള്ള കമ്മോഡിറ്റീസിൻ്റെ ഒരു ബണ്ടിൽ അവയ്ക്ക് ഈടാക്കുന്നതിനെയാണ്, അവയ്ക്ക് പ്രൈസ് ഈടാക്കുന്നതിനെയാണ് ബണ്ടിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പാക്കേജ് പ്രൈസ് ആയിട്ടാണ് ഇത് ഈടാക്കുന്നത്. ദെൻ the package deal is more attractive than the alternative of the buying goods separately. അതായത് ഈ ഒരു പാക്കേജ് ആയിട്ട് വാങ്ങിക്കുന്ന സമയത്ത് എന്താണ്, ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കമ്മോഡിറ്റീസ് വാങ്ങിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും ഈ പാക്കേജിന് ഈടാക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് കാണാൻ സാധിക്കുന്നതാണല്ലോ. ഇപ്പോൾ ഈ പച്ചക്കറി മാർക്കറ്റുകളിലൊക്കെ പോകുന്ന സമയത്ത് ഇൻഡിവിജ്വലായിട്ട് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഒരു പാക്കേജിലായിട്ടും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഇൻഡിവിജ്വലായിട്ട് വാങ്ങുന്ന സമയത്ത് ഓരോന്നിനും സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ കൂടുതൽ വില നൽകേണ്ടതായിട്ട് വരും. ദെൻ ഒരു പാക്കേജിലായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് എന്താണ്, കുറച്ച് കൂടുതൽ കമ്മോഡിറ്റീസ് ലഭിക്കും, അതുപോലെ തന്നെ അതിൽ കൂടുതലായിട്ട് പ്രൈസ് ഇളവുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കമ്മോഡിറ്റീസ് ഒരു പാക്കേജായിട്ട് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രൈസ് ഈടാക്കുന്നതിനെയാണെന്ന് പറയുന്നത്
ഈ ഒരു ബണ്ടിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, then by selling the products or services as a package, as a bundle rather than separately, the monopolist can increase his total profit. അപ്പോൾ ഇത്തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് കമ്മോഡിറ്റീസ് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഇത്തരത്തിൽ ബണ്ടിലിംഗ് നടത്തിയിട്ട് അല്ലെങ്കിൽ ബണ്ടിൽസ് ആയിട്ട് വിൽപ്പന നടത്തുമ്പോൾ മൊണോപ്പൊളിസ്റ്റിന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ബണ്ടിലിംഗ് ഈസ് യൂസ്ഡ് ബൈ ടൂർ കമ്പനീസ് അല്ലേ. ടൂർ കമ്പനീസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്കിതിന് പറയാനായിട്ട് സാധിക്കും. വെൻ ദേ ഓഫർ ഡീൽസ് ദാറ്റ് ക്യാൻ ഇൻക്ലൂഡ് എയർ ഫെയർ, ഹോട്ടൽ റെൻ്റൽ, കാർ ആൻഡ് ഈവൻ മീൽസ് അറ്റ് വൺ പാക്കേജ്. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ടൂർ പാക്കേജൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാണ് സാധാരണയായിട്ട് നോക്കാറ്. അതേപോലെ തന്നെ ഇത്തരത്തിലൊരു ടൂർ പാക്കേജ് എന്ന് പറയുമ്പോൾ അതിലെന്താണ് കുറേയധികം കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ എയർ ഫെയർ, ഹോട്ടൽ റെൻ്റൽ, അതുപോലെ തന്നെ ചില പാക്കേജുകളിൽ മീൽസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പാക്കേജാണ് നമുക്ക് നൽകുക. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ടൂറ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് കൂടുതൽ ചിലവാകുന്നു. അതേസമയം ഒരു പാക്കേജ് ആയിട്ട് എടുക്കുന്ന സമയത്ത് കുറവ് പ്രൈസ് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ചില മൊണോപ്പൊളിസ്റ്റുകൾ കമ്മോഡിറ്റീസ് ഈ ബണ്ടിലുകൾക്ക് മാക്സിമം പ്രൈസ് ഈടാക്കുന്ന രീതിയിൽ ചുമത്തുന്നതിനെയാണെന്ന് പറയുന്നത് ബണ്ടിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എക്കണോമിക്സ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്യുവർ ബണ്ടിലിംഗ് ആൻഡ് മിക്സഡ് ബണ്ടിലിംഗ്. പ്രധാനമായിട്ടും ഈ ബണ്ടിലിങ്ങിൽ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, പ്യുവർ ബണ്ടിലിംഗ് ആൻഡ് മിക്സഡ് ബണ്ടിലിംഗ്. പ്യുവർ ബണ്ടിലിംഗ് റെഫേഴ്സ് ടു ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓൺലി ഇൻ ദ പാക്കേജ്. പ്യുവർ ബണ്ടിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിൽ ഓഫ് ഗുഡ്സ് ഓൺലി ഇൻ ദ പാക്കേജ്. ആ പാക്കേജിൽ അടങ്ങിയിട്ടുള്ള കമ്മോഡിറ്റീസ് മാത്രം, അതിൻ്റെ സെയിൽ മാത്രം ആണ് നിൽക്കുന്നതെങ്കിൽ അതിനെ പ്യുവർ ബണ്ടിലിംഗ് എന്ന് പറയുന്നു. ദെൻ ബണ്ടിലിംഗ് ഈസ് മിക്സഡ് ബണ്ടിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ ഗുഡ്സ് ഹാവ് പാക്കേജ്ഡ് പ്രൈസസ് ആസ് വെൽ ആസ് സ്റ്റാൻഡ് അലോൺ പ്രൈസസ് അല്ലേ. അതായത് പാക്കേജ്ഡ് ആയിട്ടുള്ള പ്രൈസസും ഉണ്ടാകും, അതിന് പുറമേ ആയിട്ട് ഇതിന് അനുബന്ധിച്ചു കൊണ്ട് തന്നെ മറ്റു കമ്മോഡിറ്റീസ് ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റാൻഡ് അലോൺ പ്രൈസസും, അതായത് പ്രത്യേകമായിട്ട് ഈടാക്കുന്നതിനെയാണെന്ന് പറയുന്നത് ഈ ഒരു ബണ്ടിലിംഗ് എന്ന് പറയുന്നത്, ഈ മിക്സഡ് ബണ്ടിലിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ചില കമ്മോഡിറ്റീസിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അല്ലേ. ഇപ്പോൾ സാധാരണയായിട്ട് ഈ റെൻ്റൊക്കെ നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് റെൻ്റ് നമുക്ക് റൂംസും അതുപോലെ തന്നെ ഹോൾസും അതുപോലെ കിച്ചനും എല്ലാമായിട്ട് നമുക്കൊരു പാക്കേജ് നമുക്ക് ഫിക്സ് ചെയ്തിട്ട് പ്രൈസ് ഈടാക്കും. പക്ഷേ അതിൽ അഡീഷണൽ ആയിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്ന സമയത്ത് അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ബണ്ടിൽ നിലനിൽക്കുന്നുണ്ട്, അതിനനുബന്ധമായിട്ട് വരുന്ന മറ്റൊരു കമ്മോഡിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പ്രൈസ്, സ്റ്റാൻഡ് അലോൺ പ്രൈസസ് ഈടാക്കുന്നതിനെയാണ് മിക്സഡ് ബണ്ടിലിംഗ് എന്ന് പറയുക. അപ്പോൾ പ്രധാനമായിട്ടും ഈ ബണ്ടിലിംഗ് രണ്ട് രീതിയിലുള്ളത്, പ്യുവർ ബണ്ടിലിങ്ങും മിക്സഡ് ബണ്ടിലിങ്ങും. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് ടു പാർട്ട് താരിഫ് എന്നുള്ളത് കണ്ടു, അതേപോലെ തന്നെ ടൈയിങ് എന്താണെന്നുള്ളത് കണ്ടു, അതുപോലെ തന്നെ ബണ്ടിലിംഗ് എന്താണെന്നുള്ളത് കണ്ടു. ഈ ഓരോ പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ടു പാർട്ട് താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മോഡിറ്റിക്ക് രണ്ട് രീതിയിൽ ആക്സസ് ഫീയും അതുപോലെ തന്നെ യൂസേജ് ഫീയും ഈടാക്കുന്നതിനെയാണ് ടു പാർട്ട് താരിഫ് എന്ന് പറയുന്നത്. ദെൻ ടൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു സെയിൽ ഓഫ് പ്രൊഡക്റ്റ് അലോങ് വിത്ത് എ കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റ് അല്ലെ. ഒരു കമ്മോഡിറ്റി വിൽക്കുമ്പോൾ അതിന് അനുബന്ധമായിട്ടുള്ള കമ്മോഡിറ്റീസും ഒപ്പം വിൽപ്പന നടത്തുന്നതാണ്, പ്രൈസ് ഈടാക്കിയിട്ട് വിൽപ്പന നടത്തുന്നതിനെയാണ് ടൈയിങ് എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ബണ്ടിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മോഡിറ്റീസിന് ഒരു ബണ്ടിൽ രൂപീകരിക്കുകയും ആ ബണ്ടിലിൽ മൊത്തം കമ്മോഡിറ്റീസിനും ഒരൊറ്റ വില ഈടാക്കുകയും ചെയ്യുന്നതിനെയാണ് ബണ്ടിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബണ്ടിലിംഗ് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് ടൈപ്സ് ഓഫ് ബണ്ടിലിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് പ്യുവർ ബണ്ടിലിംഗ് ആൻഡ് മിക്സഡ് ബണ്ടിലിംഗ്. അതിൽ പ്യുവർ ബണ്ടിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കേജിന് ഒരു വില ഈടാക്കുന്നതിനെയാണ് പ്യുവർ ബണ്ടിലിംഗ് എന്ന് പറയുന്നത്. ദെൻ മിക്സഡ് ബണ്ടിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാക്കേജിൽ ഒരു വില ഈടാക്കുന്നു, ദെൻ അതിന് പുറമേ ആയിട്ട് സ്റ്റാൻഡ് അലോൺ കമ്മോഡിറ്റീസ് ഉണ്ടായിരിക്കും, അതിന് കൂടുതൽ വില ഈടാക്കുന്നതിനെയാണ് മിക്സഡ് ബണ്ടിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.